ഇതാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ടോയ്ലറ്റ്. അപ്പോൾ ജോൺസൺ ടോയ്ലറ്റിന്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്ലോക്ക് ആയ അല്ലെങ്കിൽ വെള്ളം വരുന്നില്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെള്ളം വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം എന്താ അഴുക്കെല്ലാം കുടിക്കുന്നുണ്ടെങ്കിൽ വെള്ളം വരില്ല. അപ്പോൾ നമുക്ക് ഒന്ന് അയച്ചു നോക്കാം. ആദ്യം അയച്ചു നോക്കിയിട്ട് ഇതിൽ വെള്ളം വരുന്നുണ്ടോ നോക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ജോൺസന്റെ മുകളിലെ ഈ അടപ്പ് ഇതിൻ്റെ ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇത് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അതിനെ ഞാൻ ഒന്ന് ചെറിയൊരു വീഡിയോ ത്രൂ നിങ്ങൾ കാണിക്കുകയാണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇത് തുറക്കുക. ഇത് തുറന്നതിന് ശേഷം നമുക്ക് അറിയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇതിലുള്ള അഴുക്കെല്ലാം ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ചെയ്യുക. കാരണം എന്നാൽ ഈ വെള്ളമെല്ലാം കെട്ടി കിടന്നാൽ കൂടുതൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ അഴുക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഈ ആൽഗ പോലത്തെ സാധനങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് ബ്ലോക്ക് ആവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ മെയിനേഴ്സ് കിട്ടില്ല. അവിടെ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ല ടൈറ്റായിട്ട് ഇതവിടെ ഫിക്സ് ചെയ്തിട്ടൊന്ന് നോക്കണം. എന്താ വെച്ചാൽ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അയച്ചു നോക്കുക. അപ്പോൾ ഇത് അയച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ വയറിനുള്ളിൽ കൂടെ വെള്ളം ക്ലിയർ ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിന് വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വെള്ളം ഇതാവും നല്ല ഇതിൻ്റെ സ്പീഡിൽ വെള്ളം വരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഈ പൈപ്പിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല സ്പീഡിലായിട്ട് നല്ല വെള്ളം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഇതാണ് ഇതിൻ്റെ വാൽവ്. ഇതിൻ്റെ ഈ ഒരു ചെറിയ വാഷറുണ്ട്. ആ വാഷർ നമുക്കൊന്ന് അയച്ചു നോക്കാം. ഇത് അയച്ചു നോക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ചെറിയൊരു നട്ട് സാധനമുണ്ട്. ഇത് അയച്ചാൽ ഇതിൻ്റെ വാഷ് അയച്ചു തരും. വാഷ് അയച്ചു തന്നാൽ ഇതിൻ്റെ ഇപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല ക്ലീൻ ചെയ്യാം. നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇതിൻ്റെ വെള്ളം പുറത്തേക്ക് വരുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം ഇതെന്ത് ചെയ്യാൻ വീണ്ടും ഈ വാഷ് ഇതിലേക്ക് നല്ല ടൈറ്റായിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇതിൻ്റെ വാഷ് ഇടുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് നോക്കുക. കാരണം എന്നതിന് ശേഷം ഇതിൻ്റെ ഈ സ്ക്രൂ ഇല്ലേ, ഈ സ്ക്രൂ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെയും ഉള്ളിലാക്കി ഇടുന്നു. അതാണ് മെയിൻ നോക്കണം. കാരണം ഇത് അങ്ങോട്ട് താഴോട്ടും മേലോട്ട് പോകുമ്പോൾ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്നതിന് ശേഷം നമുക്കിത് വീണ്ടും ഇതൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാൻ ടൈറ്റ് ആയിക്കണം. അല്ലെങ്കിൽ ഇത് പൊങ്ങി പോകും. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് ചെയ്ത ശേഷം ഈ പൈപ്പ് ഞാൻ ക്ലീൻ ചെയ്തതാണ്. ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കുക. കാരണം വെള്ളം വരുന്നുണ്ടോ എന്ന്. അടച്ചു വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കരി വെള്ളം ഇതിലേക്ക് ഫുള്ളായി നോക്കൂ. എന്നതിന് ഇതാക്കുക. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ ജോൺസന്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്.